ഭദ്രം. തിരുവനന്തപുരം കോർപ്പറേഷൻ മോദിയുടെ കൈകളിൽ ഭദ്രം. നമ്മുടെ വെങ്ങാനൂർ പഞ്ചായത്ത് 12ാം വാർഡ് സ്ഥാനാർത്ഥി നമ്മൾ ശ്രീ ഷിജുകുമാർ BJP സ്ഥാനാർത്ഥി വിജയിച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പൊന്നോമന പുത്രനായിട്ട് ഇനി മുന്നോട്ട് നമ്മളെ നയിക്കാനുണ്ടാകും. അപ്പോൾ എന്താണ് നാട്ടുകാരോട് പറയാനുള്ളത്? നാട്ടുകാരോട് ഇപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ എൻ്റെ സഹപ്രവർത്തകരെല്ലാം ആദ്യമേ നന്ദി പറയുകയാണ്. അതിലുപരി ജാതിമത ഭേദമന്യേ ഈ വാർഡിലെ എല്ലാ കാര്യങ്ങൾക്കും ഏതാവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമസ്കാരം, നന്ദി. ജയ് ബോലോ ഭാരത് മാതാ കി ജയ്. BJPയുടെ ഒരു ആഘോഷമാണ്. അതിൽ നമ്മൾ പങ്കുചേരുന്നത് കേട്ടോ. കാരണം വഴിയെ പോയപ്പോൾ ഒരു പായസം കൊടുത്തോണ്ടിരിക്കുന്നത്, അത് നമ്മൾ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പം എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ BJPയുടെ ഒരു തരംഗമാണ് കാണുന്നത്. അപ്പം ഇതിന്റെ പ്രതികരണം എന്താണ് നമുക്ക് ചോദിച്ചോ? നിങ്ങളുടെ ആഘോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു? അടിപൊളി, ഇതിന്റെ അപ്പുറം ഇനി വേറെ ഒന്നും ഇല്ല, ഒന്നും പറയാനില്ല. പൊളിക്കും, അടിച്ചു പൊളിക്കും നമ്മള്. അപ്പം അടിച്ചു പൊളിക്കാണ്. ഉറപ്പായിട്ടും ഒരു മാറ്റം നമുക്ക് ആവശ്യമായിരുന്നു. ഉറപ്പായിട്ടും മാറ്റിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി നല്ല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കരമന ജയൻ ചേട്ടന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം, ഇതൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. നഗരസഭയ്ക്കകത്ത് മോദിയുടെ കയ്യിൽ ഭദ്രം. തിരുവനന്തപുരം കോർപ്പറേഷൻ മോദിയുടെ കൈകളിൽ ഭദ്രം. ഉടനെ തന്നെ നമ്മുടെ മോദിജി ഇവിടെ എത്തുമെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. പോട്ടെ. ഓക്കെ, എല്ലാവരും സന്തോഷമൊക്കെ പങ്കുവെച്ച ഗ്ലാസ് ഇതൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ കരവനയാണ് നിൽക്കുന്നത്. PRSനും കരവനയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ സർവേ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എത്രത്തോളം ആൾക്കാർ സന്തോഷമായിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും പൂർവാധികം ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒരു പുതിയ മാറ്റത്തിലേക്കുള്ളൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ 2000 ചില്ലുവാൻ വോട്ടിനാണ് ആദ്യമായിട്ട് ലീഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലീഡ് ചെയ്ത് അത്രയും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എത്രത്തോളം ഉണ്ട് സന്തോഷം? അടിപൊളിയായിരിക്കുന്നു, സന്തോഷമാണ്. കാലങ്ങൾക്ക് ശേഷം വലിയ അനുഭവം മാറണം ഇത്. അത് തന്നെ. എന്തായാലും ഈ ഒരു അവസരം ഈ മോദിജി എന്തായാലും ഇവിടെ പ്രയോജനപ്പെടുത്തും, ഉറപ്പായിട്ട്. അതിനൊരു 100% പ്രയോജനപ്പെടുത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ വോട്ട് ചെയ്ത എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ജനങ്ങൾ മൊത്തത്തിൽ വോട്ട് ചെയ്തത്. 50-51 സീറ്റ് വരെ പോകണമെന്ന് പറഞ്ഞാൽ എന്താ ചില്ലറ കളി. പെട്ടെന്നൊരു മാറ്റം പിന്നെ അത് വേണം. സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു രാത്രി പുലർന്നപ്പോഴത്തേന് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ്. അപ്പം ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങി നമുക്ക് അത് തന്നെയാണ് തീർച്ചയായും.